നൂതന സാങ്കേതിക വിദ്യയുടെയും ആധുനികതയുടെയും കേന്ദ്രമായ ബംഗളൂരു നഗരത്തിൽ നിന്ന് പുറത്തു വന്ന ഒരു വാർത്ത കേരളത്തിലെയും കർണാടകയിലെയും കുടുംബങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ്. മുൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്ന സുഷമ്മ എന്ന 35-കാരിയുടെ ആത്മഹത്യ കേവലം ഒരു കുടുംബ തർക്കത്തിന്റെ പരിണിത ഫലമായി മാത്രം കാണാനാവില്ല. പാചകത്തെ ചൊല്ലിയുള്ള നിസ്സാരമായ തർക്കത്തിൽ തുടങ്ങി ഒടുവിൽ ഒരു ജീവൻ പൊലിയുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത് എങ്ങനെയാണെന്ന ഗൗരവകരമായ അന്വേഷണം അർഹിക്കുന്നു. വിദ്യാഭ്യാസവും സാമ്പത്തിക സ്വാതന്ത്ര്യമുള്ള സ്ത്രീകൾ പോലും ഇന്നും വീടിനുള്ളിൽ പീഡനങ്ങൾക്കും വിവേചനങ്ങൾക്കും ഇരയാകുന്നുവെന്ന കൈപ്പേറിയ സത്യമാണ് ഈ സംഭവം വീണ്ടും വിളിച്ചോതുന്നത്. 4 വർഷം മുൻപായിരുന്നു സുഷമ്മയും പുനീത് കുമാറും തമ്മിലുള്ള വിവാഹം നടന്നത്. ഇവർക്ക് 4 വയസ്സുള്ള ഒരു മകനുണ്ട്. പ്രഥമ ദൃഷ്ട്യാ സമാധാനപരമെന്ന് തോന്നിക്കുന്ന കുടുംബമായിരുന്നു ഇവരുടേത്. എന്നാൽ വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ സുഷമ്മ അനുഭവിച്ചിരുന്ന മാനസിക സംഘർഷങ്ങൾ ആരും അറിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ദിവസം അടുക്കളയിൽ പാചകം ചെയ്യുന്നതിനെ ചൊല്ലി അമ്മായിയമ്മ കൽപ്പനയും സുഷമ്മയും തമ്മിൽ രൂക്ഷമായ വാഗ്വാദമുണ്ടായി. ഈ തർക്കം സുഷമ്മയെ മാനസികമായി തകർക്കുകയും ഒടുവിൽ സ്വന്തം ജീവിതം അവസാനിപ്പിക്കാൻ അവരെ പ്രേരിപ്പിക്കുകയുമായിരുന്നു. സംഭവം നടന്ന ഉടൻ തന്നെ പോലീസ് അന്വേഷണം ആരംഭിച്ചു. സുഷമയുടെ ബന്ധുക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഭർത്താവ് പുനീത് കുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യയിലേക്ക് നയിച്ച സാഹചര്യങ്ങളിൽ അമ്മായിയമ്മ കൽപ്പനയ്ക്കും വലിയ പങ്കുണ്ടെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ കൽപ്പനയ്ക്കായി പോലീസ് തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ്. ഈ സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം തർക്കം തുടങ്ങിയത് പാചകത്തെ ചൊല്ലിയാണ് എന്നതാണ്.